കൊൽക്കത്തയിലെ റോഡിൽ വാഹനങ്ങൾക്കിടയിലൂടെ ചെറു ട്രെയിനുകൾ സഞ്ചരിക്കുന്നത് കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. ഇന്ത്യയിലേറെ പ്രചാരമുണ്ടായിരുന്ന ഗതാഗത സംവിധാനമാണ് ട്രാമുകൾ. ഇപ്പോഴും ട്രാമുകൾ ഓടുന്ന രാജ്യത്തെ ഏക നഗരമാണ് കൊൽക്കത്ത. പഴയ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ പശ്ചിമ ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ട്രാം സർവീസ് കൊൽക്കത്തയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇപ്പോഴും ഒരു കൗതുക കാഴ്ചയാണ്. കൊൽക്കത്ത ഡയറീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓവർ ടു യു, ആദിൽ പാലോട്. കൊൽക്കത്തയുടെ ചരിത്രവും പൈതൃകവും പേറുന്ന ഒരു വാഹനം കാത്തു നിൽക്കുകയാണ്. കൊൽക്കത്തയിലെ ട്രാമിലാണ് ഇനി നമ്മുടെ യാത്ര. കൗതുകം എന്നതിലുപരി ചെലവ് കുറഞ്ഞൊരു യാത്രാ സംവിധാനം കൂടിയാണ് കൊൽക്കത്തയിലെ ഈ ട്രാമുകൾ. റോഡിന്റെ മധ്യഭാഗത്തു കൂടിയാണ് ട്രാമുകൾ സഞ്ചരിക്കുന്നത്. അതിന് പ്രത്യേക പാളം തന്നെ റോഡുകളിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. വേഗക്കുറവും ഗതാഗത കുരുക്കുമൊക്കെ ഉണ്ടാക്കുന്നതിനാൽ ട്രാമുകൾ ഇപ്പോൾ ആളുകൾ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വിവരം. ഒരു AC ട്രാമിൻ്റെ ഉൾവശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1873 ട്രാമുകൾ കൊൽക്കത്തയിൽ സഞ്ചാരം തുടങ്ങുന്നത്. ആദ്യമൊക്കെ കുതിരയിൽ കെട്ടിവലിച്ചാണ് ട്രാമുകൾ സഞ്ചരിച്ചിരുന്നത്. പിന്നീട് അത് ആവി എഞ്ചിനിലേക്കും ഇലക്ട്രിക് സംവിധാനത്തിലേക്കും മാറുകയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. AC ട്രാമിൽ 20 രൂപയും ജനറൽ ട്രാമുകളിൽ 6 രൂപയുമാണ് ഒരു യാത്രയ്ക്കുള്ള ചാർജ്. 400 ട്രാമുകൾ സർവീസ് നടത്തിയിരുന്ന കൊൽക്കത്തയിൽ ഇപ്പോൾ 15 ട്രാമുകൾ മാത്രമാണുള്ളത്. 25 नंबर गरिया टू एस्प्लेनेड और एस्प्लेनेड टू श्याम बाजार 5 नंबर है. 2 रूट अभी चल रहे हैं. हम जब भर्ती हुआ उस टाइम 55 रूट था. अभी 40 बरस मेरा नौकरी होने वाला है, अभी रिटायर होने वाला है. तो उस टाइम 55 रूट था और अभी फ्रॉम 55 रूट अभी आ गया 2 रूट हार्डली 15-16 ट्राम चल रहा है. जिस टाइम हम भर्ती हुआ था 400 ट्राम चलते थे. 400 से अभी आ गया 12-15 ट्राम चल रहे हैं. കൂടുതൽ റൂട്ടുകൾ ഉണ്ടായിരുന്നതാണ്. എന്നാൽ 55 റൂട്ട് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 2 റൂട്ടുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് എന്നാണ് കണ്ടക്ടർ പറയുന്നത്. ഈ രൂപത്തിൽ അത് വളരെ മെല്ലെയാണ് ഇത് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ ദീർഘദൂരത്ത് പോകേണ്ട ആളുകളൊന്നും ഇതിൽ കയറാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ട്രാം സർവീസുകൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടാതായിട്ടുണ്ടെങ്കിലും ഈ കൊൽക്കത്തയിലെത്തുന്ന സഞ്ചാരികൾ ട്രാമിൽ കയറാതെ മടങ്ങിപ്പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സാധാരണ ഒരു പതിവ്. കൊൽക്കത്തയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, കൊൽക്കത്ത.